ഹലോ ആസ്പിരൻസ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡെയിലി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ കാണുമോ? 20 മിനിറ്റ്, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നിന്ന് 20 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്തത്ര ഹൈറ്റ്സിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. എങ്ങനെയാണ് 20 മിനിറ്റ് ഒരു മാറ്റം കൊണ്ടുവരിക? 20 മിനിറ്റ് ഒരു മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെയാടാ? ഞാൻ പറയുന്ന രീതിയിൽ ആ 20 മിനിറ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 20 മിനിറ്റ്. നിങ്ങളുടെ പേടി, നിങ്ങളുടെ ഏറ്റവും വലിയ പേടി ഈ ഒരു 20 മിനിറ്റ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാറിക്കിട്ടും. എന്താണ് പേടി? എന്താണ് നിങ്ങളുടെ ഒരു പേടിയിൽ ഒന്ന്? മാത്സ്, കണക്ക് എന്ന പേടി എല്ലാവർക്കും പേടിയാണ്. നമ്മുടെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ എല്ലാ സ്റ്റുഡൻസും ആദ്യം വരുന്നവർ നമ്മുടെ അടുത്ത് പറയുന്ന, ഡിസ്കസ് ചെയ്യുന്ന, ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പേടി. മാത്സിനെ പേടി. സാർ, ഞാൻ തിയറി പഠിക്കും, GK പഠിക്കും, ഇംഗ്ലീഷ് പഠിക്കും, അത് പഠിക്കും, ഇത് പഠിക്കും, എനിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ മാത്സ് എനിക്ക് പറ്റില്ല സാർ, എന്നെ കൊണ്ട് പറ്റില്ല. പറ്റാതെ എങ്ങനെയാടാ ജോലിക്കാരനാവുന്നേ? മാത്സ് എന്ന സബ്ജക്റ്റ് ഇല്ലാത്ത ഏതൊരു എക്സാമാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത്? ഒരു എക്സാമും ഇല്ല. റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, PSC എക്സാം ആയിക്കോട്ടെ, ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിന് കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്ത്? മാത്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് പേടി മാറ്റാതെ നിങ്ങൾ എങ്ങനെ ആ കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുക? പറ്റില്ല. അപ്പോൾ ആ പേടിയാണ് ആദ്യം മാറ്റേണ്ടത്. അതിൻ്റെ വഴികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 മിനിറ്റ്, 20 മിനിറ്റ്. പറ്റില്ല സാർ, അത് പറ്റില്ല, എനിക്ക് പറ്റില്ല, 20 മിനിറ്റ് എന്തായാലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എടാ, കൊടുത്തേ പറ്റൂ. മടി മാറ്റി വെക്ക്. 20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് മടി മാറ്റി വെച്ച് ആ ഒരു ടൈം നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ കൊടുക്കുകയാണ് എങ്കിൽ റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. നിങ്ങളൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തുകയും ചെയ്യും. എല്ലാവർക്കും പാടായിട്ടുള്ള കാര്യമാണ് കാൽക്കുലേഷൻ. കണക്കുകൾ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വെപ്രാളവും പിന്നെ വലിയ പാടാ. മുന്നോട്ട് പോവില്ല. എന്ത് ശ്രമിച്ചാലും എങ്ങനെ ശ്രമിച്ചാലും മുന്നോട്ട് പോവില്ല. കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ സ്ക്വയറോ ക്യൂബോ കാണാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അവിടെ സ്റ്റക്കാവുക. അടുത്തിരുന്ന് ചെയ്യുന്ന ഒരാൾ ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ചെയ്തു. എനിക്ക് പറ്റുന്നില്ല, ഒറ്റപ്പെടുന്നു. ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ് എങ്കിൽ ഒറ്റപ്പെടുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിസ്സഹായാവസ്ഥയാവുന്നു. എന്തുകൊണ്ടാണ് ആ നിസ്സഹായാവസ്ഥ വരുന്നത്? ബേസിക്സ് ഇല്ല, ബേസിക് കാൽക്കുലേഷൻ സ്പീഡ് ഇല്ല. എന്തൊക്കെയാണ് ഈ ബേസിക്സ് എന്ന് പറയുന്നത്? ബേസിക് കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്പർ 1, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 1 മുതൽ 30 വരെയുള്ള ടേബിൾ പഠിക്കുക, ഇരുന്ന് പഠിക്കുക. പിന്നെ സ്ക്വയേഴ്സ്, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, ഇങ്ങനെയുള്ള സ്ക്വയർ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ത് ചെയ്യുക? 1 to 30 പഠിക്കുക. ക്യൂബ്സ് 1 to 20 പഠിക്കുക. ഇത് 3 കാര്യങ്ങളും ചെയ്യാതെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ എല്ലാം കൂടെ പോന്നോളും. ഡെയിലി നിങ്ങൾ ഈ ഒരു 20 മിനിറ്റ് ഈ ഒരു രീതിയിൽ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. ഒരു 20 മിനിറ്റ് രാവിലെ എണീക്കുക. എപ്പോഴാണോ എണീക്കുന്നത് ഫ്രഷ് ആയിട്ട് ഒരു പേപ്പറും പേന എടുത്തിരിക്കുക. ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് കൂട്ടുക. 20 + 30 50, 32 + 52 84. ഇങ്ങനെയുള്ള നമ്പേഴ്സ്, റാൻഡം നമ്പേഴ്സ് എടുക്കുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഒരു മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. നമ്പേഴ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്, മിനിമം നമ്പേഴ്സ് അറിയാമല്ലോ, അത് മാത്രം മതി. സ്ക്വയേഴ്സ് എഴുതുക. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 30 വരെയുള്ള സ്ക്വയേഴ്സ് എന്ന് എഴുതുക. ആദ്യം 5 വരെ എഴുതുക, മതി, അടച്ചോ. അടുത്ത ദിവസം 10 വരെ എഴുതുക, മതി, അടച്ചോ. ഇങ്ങനെ ഇംപ്രൂവ് ചെയ്ത് 5-ാമത്തെയും 6-ാമത്തെയും ദിവസം ആകുമ്പോൾ 30 സ്ക്വയർ വരെ എഴുതുക. ഇതേപോലെ തന്നെ ക്യൂബ്, ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 9 വരെ ടേബിൾ അറിയാം, അല്ലെങ്കിൽ 10 വരെ അറിയാം, പിന്നെ അങ്ങോട്ട് അറിയില്ല. ആദ്യ ദിവസം 11, 12 എഴുത്. പതുക്കെ പിടിച്ചു കയറ്.
ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും കിട്ടില്ല. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും കിട്ടില്ല. 3, 4, 5, 6, 7 ദിവസം ആവുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കും ഇമ്പ്രൂവ് ആവുന്നു. യെസ്, റിസൾട്ട് ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ് ചെറുതായിരിക്കാം, വളരെ 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 ചെറുതായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാകും. വെളിയിൽ നിൽക്കുന്ന ആർക്കും മനസ്സിലാവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ 20 മിനിറ്റ് ഡെയിലി കൊടുക്കുന്നതിന് നിനക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് നിനക്ക് മനസ്സിലാവും. എങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തോ, അല്ലെങ്കിൽ വിട്ടേക്ക്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നതാണ് ഈ സ്ലൈഡ് ഫുള്ള് പറയുന്നത്. അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ചെറിയ ട്രിക്ക് ഉണ്ടോ? ട്രിക്കൊക്കെ നമ്മൾ പറയും, ട്രിക്കൊക്കെ ഉറപ്പായിട്ടും പറയും. ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ട്രിക്കുകൾ പറയുന്നുമുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഐഡിയ വേണം, ഐഡിയ വേണം. അതുകൊണ്ട് ഈ ഒരു സെഷൻ നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണുക. മാറ്റം ഉണ്ടാവൂടാ, ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ലൈഡ് എന്താ പറയുന്നത്? ഹൗ ടു മേക്ക് ഇറ്റ് ഈസിയർ. നിങ്ങളുടെ ജോലി എങ്ങനെ ഈസി ആക്കുക, എങ്ങനെ മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുക. എവിടുന്ന് തുടങ്ങണം? നമ്മൾ ഇവിടുന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. എല്ലാ ആസ്പിരൻസിനും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. എടാ നോക്കി, ഫസ്റ്റ് സ്ലൈഡ് നോക്കി, ഫസ്റ്റ് സ്ലൈഡ് നോക്കി. സിമ്പിൾ അഡിഷൻസ്, സിമ്പിൾ അഡിഷൻസ്. കണക്ക് കൂട്ടാൻ അറിയാത്തവർ, കണക്ക് കൂട്ടാൻ പേടിയുള്ളവർ എല്ലാവരും നോക്കിയോ, നോക്കി. സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? 9 + 2 എന്താ? 11. 9 + 2 എന്താ? 11. 9 + 2 11. 9 + 2 11. 11 + 4 എന്താ? 15. 11 + 4 എന്താ? 15. 15. ഇത് ബേസിക് ആയിട്ടുള്ളതാണ്. 17 + 3 എന്താ? 17ന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നു. 17ന്റെ കൂടെ 3 ആഡ് ചെയ്യുന്നു. എത്ര കിട്ടും നമുക്ക്? 20. ഇനി നോക്കി, 13 + 17. 2 ഡിജിറ്റ് നമ്പേഴ്സ് വന്നു, 2 ഡിജിറ്റ് നമ്പർ വന്നു. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ഇത് അപ്രോച്ച് ചെയ്യണ്ടേ? നോക്കി, 13 + 17. 13 + 17. ഇതിലൊരു 10 ഉണ്ടല്ലോ. 13 എന്ന് വെച്ചാൽ 10 + 3 ആണല്ലോ. ഡൗട്ടില്ലേ? 17 എന്ന് വെച്ചാൽ 10 + 7 ആണല്ലോ. അതിനും ഡൗട്ടില്ലേ? അപ്പം ആ 2 10 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 20. ബാക്കിയുള്ളത് എന്താ? 3ഉം 7ഉം. 3 + 7 എന്താ? 10. ഇപ്പം 20 + 10 എന്താ? 30. മൈൻഡിൽ, ബ്രെയിനിൽ ചെയ്തില്ലേ? എഴുതി നോക്കടാ. 13 എന്ന് വെച്ചാൽ എന്താ? 10 + 3 പ്ലസ് 17 എന്ന് വെച്ചാൽ എന്താ? 10 + 7. 10 + 10 20 പ്ലസ് 7 + 3 10. എത്ര കിട്ടി? 30 കിട്ടി. എഴുതേണ്ട കാര്യമുണ്ടോ? പേന എടുക്കേണ്ട കാര്യമുണ്ടോ? ബ്രെയിനിൽ, നിങ്ങളുടെ മൈൻഡിൽ ചെയ്താൽ പോരെ. ഇതിനാണോ ഇത്രയ്ക്ക് പേടി? അടുത്ത് നോക്കി, 26 + 12. ഇതേ മെത്തേഡ് ഫോളോ ചെയ്തു. അല്ലെങ്കിൽ അടുത്തതും കൂടെ പറയാം. 26ന്റെ കൂടെ ഈ 12ന്റെ 2 ആഡ് ചെയ്താലോ? 26ന്റെ കൂടെ ഈ 12ന്റെ 2 ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താവും? ഇവിടെ 10 ആവും. ഇവിടെ എന്താവും? 28 ആവും. 28 + 10 പൂജ്യം നമ്പർ അല്ലേ? പെട്ടെന്ന് ആഡ് ചെയ്യാലോ. എത്ര കിട്ടി? 38 കിട്ടി. 38 കിട്ടി. 38 കിട്ടി. നോക്കടാ എങ്ങനാ? 26ന്റെ കൂടെ ഈ 12ൽ കിടക്കുന്ന 2 കൊണ്ടുവന്നു. ഇപ്പൊ എത്രയായി? +2 പ്ലസ് ബാക്കി അവിടെ എന്താ ഉള്ളത്? 10. 26 + 2 28. 28 + 10 38. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ മെത്തേഡ് തന്നെ നോക്കിയേ. ഇവിടെ എന്തുണ്ട്? 26. 20 + 6 അല്ലേ 26. ഇവിടെ എന്തുണ്ട്? 12 ഉണ്ട്. 10 + 2 അല്ലേ 12 ആണല്ലോ. അപ്പോൾ 20 + 10 30. 6 + 2 8. 30 + 8 38. അടുത്ത് നോക്കിയടാ,
21 പ്ലസ് 19. ഇത് പിന്നെ എളുപ്പമാണ്. അയ്യോ 9 വന്നു, അപ്പോൾ എനിക്ക് പറ്റില്ല. അങ്ങനെയാണോ? ഇത് അതിനെക്കാട്ടി എളുപ്പമാടാ. ഇത് നോക്കിയേ, ഈ ഒരു 9 10 പ്ലസ് 9 അല്ലേ 19 അല്ലേ? 10 പ്ലസ് 9 അല്ലേടാ 19. അതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഈ 10ഉം 21 കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 31. 31 പ്ലസ് 9 എന്താ? 40. അത് വേണ്ട, വിട്ടേര്, അത് വിട്ടേര്. ഈ 9 കൊണ്ടുവന്ന് ഈ 21ന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 9 കൊണ്ടുവന്ന് 21ന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 21 പ്ലസ് 9 എത്രയാ? 30. 30 ആണല്ലോ. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഏതാ? 10 മാത്രമല്ലേ? 30 പ്ലസ് 10 എന്താ? 40. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയില്ലേ? സിമ്പിൾ ആക്കിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 33 പ്ലസ് 18. 33 പ്ലസ് 18 എങ്ങനെയാടാ? 33 എന്ന് പറഞ്ഞാൽ എന്താ? 30 പ്ലസ് 3. 30 അവിടെ കിട്ടി. 18 എന്ന് വെച്ചാൽ എന്താ? 10 പ്ലസ് 8. നോക്കി, 30 പ്ലസ് 3 പ്ലസ് 10 പ്ലസ് 8. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. 30 പ്ലസ് 10 എത്രടാ? 40. 40 പ്ലസ് 8 പ്ലസ് 3 എത്രടാ? 8 പ്ലസ് 3 11. 40 പ്ലസ് 11 എത്ര കിട്ടി? 51. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേടാ? ക്ലിയർ ആയോ? 30 പ്ലസ് 3 ആണ് 33. അതിന്റെ 30 നമ്മൾ വെച്ചു. 10 പ്ലസ് 8 ആണ് 18. 10 നമ്മൾ വെച്ചു. 30ഉം 10ഉം കൂടെ ആഡ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള എന്താ? 3ഉം 8ഉം മാത്രമേ ഉള്ളൂ. 3 പ്ലസ് 8 11. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ? 51. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പിന്നെ 9 വന്നു. പാടാ ഒരു പാടുമില്ല, നോക്കിക്കോ. 39 പ്ലസ് 21. ഈ 21നെ സ്പ്ലിറ്റ് ചെയ്തു. 20 പ്ലസ് 1. ഈ 1 ഇവിടെ കൊണ്ടുവന്നു. 39 പ്ലസ് 1 എന്താ? 40. 40 പ്ലസ് 20 എന്താ? 60. കഴിഞ്ഞില്ലേ? എന്തെങ്കിലും പാടുണ്ടോ? എന്താ ബുദ്ധിമുട്ടുള്ളേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഉണ്ടോ? ഇനി നോക്കിയേ. 25 പ്ലസ് 17. 25 പ്ലസ് 17. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ പോരെ? 20 പ്ലസ് 10 30. 5 പ്ലസ് 7 12. ഇപ്പൊ എത്ര കിട്ടി? 42. ഇനി 59 പ്ലസ് 41 നമ്മൾ ഓൾറെഡി ചെയ്തു. 9ഉം 1ഉം കൂടെ വരുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കിയേ. 59 പ്ലസ് 41. 59 പ്ലസ് 41 എത്ര കിട്ടൂടെ? എത്ര കിട്ടും? 9 പ്ലസ് 1. ഈ 40 പ്ലസ് 1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ 1 ഇവിടെ കൊണ്ട് ആഡ് ചെയ്തു. 60 ആയി. 60 പ്ലസ് 40 60 പ്ലസ് 40 60 പ്ലസ് 40 100. ഇനി നോക്കിയേ. 43 പ്ലസ് 31. 40 പ്ലസ് 30. ഇവിടുന്ന് 40 ഉണ്ട്, ഇവിടുന്ന് 30 ഉണ്ട്. 40 പ്ലസ് 3 ആണ് 43. 30 പ്ലസ് 1 ആണ് 31. 40 പ്ലസ് 30 70. 4 പ്ലസ് 3 7. 70 പ്ലസ് 3 പ്ലസ് 1 4. അപ്പോൾ എത്ര കിട്ടി? 74. 74 കിട്ടി. കിട്ടിയോ? അടുത്ത് നോക്കിയേ. 78 പ്ലസ് 35. 78 പ്ലസ് 35 എങ്ങനെ വേണോ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ. 70ഉം ഉണ്ട് 30ഉം ഉണ്ട്. എത്രയാ? 100. പിന്നെ എത്ര ഉള്ളേ? 8 കൊണ്ട് 5 ഉണ്ട്. 8 പ്ലസ് 5 എത്രയാ? 13. 70 പ്ലസ് 10 70 പ്ലസ് 30 100. 8 പ്ലസ് 5 13. ഇപ്പൊ എത്ര? 113. 100ഉം 13 ആഡ് ചെയ്തപ്പോൾ 113. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. 67 പ്ലസ് 33 എന്ത് കിട്ടൂടാ? 67 പ്ലസ് 33 സിമ്പിൾ അല്ലേ? നോക്കിയേ. ഈ 3 എന്ന് വെച്ചാൽ ഇതെന്താ? 30 പ്ലസ് 3. ഈ 3 ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്താൽ എന്താ? 67 പ്ലസ് 3 70 ആയി. പിന്നെന്താ ഉള്ള? 70 പ്ലസ് 30 എത്ര? 100. 100. കഴിഞ്ഞില്ലേ? ഇത്ര സിമ്പിൾ അല്ലേ അഡീഷൻ? ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഇതിപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഇട്ട നമ്പേഴ്സാ ഡെയിലി ചെയ്യുക. ഡെയിലി റാൻഡമായിട്ട് നിങ്ങൾ നമ്പേഴ്സ് പിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്പേഴ്സ് പിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. ഒരു 10 എണ്ണം ചെയ്ത് കഴിയുമ്പം പെൻ തറയിൽ വെക്കുക. നമ്പേഴ്സ് പിക്ക് ചെയ്യുക, നോക്കുക, ആൻസർ കിട്ടി. നമ്പേഴ്സ് പിക്ക് ചെയ്യുക, നോക്കുക, ആൻസർ കിട്ടി.
ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഈ രീതിയിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അഡീഷൻ ക്ലിയർ ആണല്ലോ? അഡീഷൻ ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അടുത്ത സ്ലൈഡ് നോക്കി ഏതാണ്? അടുത്ത സ്ലൈഡ് നോക്കിയേ. സബ്സ്ട്രാക്ഷൻ. നോക്കി, കുറയ്ക്കുക. 5 - 2 എത്ര? സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും കിട്ടും. എത്രയാണ്? 3. എല്ലാവരും കിട്ടുന്നതാണ്. എത്രയാ? 3. 10 - 3 എത്രയാ? അതും കിട്ടും. 7. 12 - 2, 12 ന്ന് 2 കുറച്ചാൽ മതി. 10 കിട്ടി. 10 കിട്ടി. ഇനി 18 - 11 കോംപ്ലിക്കേറ്റഡ് ആവുക, കോംപ്ലിക്കേറ്റഡ് ആയി വരിക. നോക്കിയേ, 18 - 11 എത്ര? 7. ഇതൊക്കെ നോക്കിയിടേ, നമ്മൾ ചെയ്ത് നോക്കിയേ. 5 - 2 വലിയ ഗ്യാപ്പ് ഇല്ല, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ചെറിയ നമ്പറിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് പോയാൽ പോരെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. സ്റ്റെപ്പിന് മാർക്കില്ല. ഏത് മെത്തേഡ് യൂസ് ചെയ്തു എന്ന് ആരും നോക്കില്ല. ആൻസറിന് മാത്രമാണ് വാല്യൂ. നോക്കിയേ, 2 2 - 5 പോയേ. ഒരു 3 കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ 5 എത്താൻ. 3 - 10 ഒരു 7 കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. 2 - 12 10 കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് എഴുതി ചെയ്യണോ? എഴുതി ചെയ്തോ, ഒരു പ്രശ്നവും ആരെയും ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ആ എഴുതി ചെയ്യുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾ കൂട്ടണം. ഇപ്പോൾ ഒരു പ്രോബ്ലം 100 - 60 നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നില്ല, ബ്രെയിനിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്താണ് അവിടെ ചെയ്യണ്ടേ? നേരെ പെൻ ആൻഡ് പേപ്പർ 100 - 60 വരയിടുക. ഇപ്പൊ എത്ര കിട്ടി? 40 കിട്ടി. പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും. പക്ഷെ എന്ത് ചെയ്യണം? ആ ചെയ്യുന്നതിന്റെ സ്പീഡ് കൂട്ടണം. അതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ബ്രെയിനിൽ ചെയ്യാൻ പറ്റണം. അതേ രീതിയിൽ തന്നെ ബ്രെയിനിൽ ചെയ്യാൻ പറ്റണം. ഒരുപാട് ട്രിക്കുകൾ പഠിച്ച് കാൽക്കുലേഷൻ ട്രിക്സ്, ഒരു 100,000 വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. കാൽക്കുലേഷൻ സ്പീഡ്, ഹൗ ടു ഇംപ്രൂവ് കാൽക്കുലേഷൻ സ്പീഡ്, ട്രിക്സ്. എടാ, ഞാൻ പറയുന്നു, ഇതിലെ പകുതി പോലും നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഉപകാരപ്പെടില്ല. ഒരു എക്സാം ഹോളിൻ്റെ അന്തരീക്ഷം ഒന്ന് ആലോചിച്ചേ. ഇത്ര ടെൻഷൻ, പ്രഷർ, ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ ഓൾറെഡി നമ്മൾക്ക് പാതി ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അന്നേരം എന്തായിരിക്കും നടക്കുന്നത്? ഈ ഒരു ട്രിക്സും എല്ലാം ഓർത്തിരിക്കാൻ സാധ്യതയില്ല. ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ ഇന്ന് കണ്ടു, സാറ് ഈ ട്രിക്ക് പറഞ്ഞു വന്നു, കൊള്ളാം, അപ്പം ഈ ട്രിക്ക് വെച്ച് തന്നെ ഞാൻ ഇനി ചെയ്യും. പക്ഷേ നിങ്ങൾ ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ട് ചെയ്യില്ല? പ്രാക്ടീസ് ചെയ്തില്ല. പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാര്യമില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും മെത്തേഡ് എടുത്തോ, ഏത് മെത്തേഡ് വേണോ എടുത്തോ, സ്റ്റിക്ക് ഓൺ ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് മെത്തേഡും ഈസി ആവൂ. ഇവിടെയും അത് തന്നെ. സബ്സ്ട്രാക്ഷനിലും അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എല്ലാം അത് തന്നെ. പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാര്യമില്ല. അപ്പോൾ അടുത്ത് നോക്കിയടാ. 23 - 13 23 ന് 13 കുറയ്ക്കുക. 13 ന് 10 ആഡ് ചെയ്താൽ 23. അപ്പോൾ ഡിഫറൻസ് എത്രയാ? 10. ഇനി നോക്കിയേ, 34 - 18. 34 - 18 എങ്ങനെ പോവും? പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്താലും മതി. 34 - 18 എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലടാ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ശിഷ്ടവും ഒന്നും എടുക്കാതെ 16 ആണെന്ന് പെട്ടെന്ന് അറിയണം. വെട്ടിക്കൂട്ടാതെ 16 ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവണം. അത് മാത്രമേ ഉള്ളൂ കാര്യം. ബാക്കി എല്ലാം എങ്ങനെ വേണമെന്ന് ചെയ്തോ. അപ്പോൾ എത്രയാണ് ഇതിന് ആൻസർ? 16. അതേപോലെ തന്നെ 39 - 17. 17 39 എത്ര പോകണം? 10 വെച്ച് കൂട്ടിപ്പോ. 27. 37 എത്തിയോ? ഇല്ല. എന്തുകൂടെ കൂടണം? 2 കൂടെ കൂടണം. 20 വന്നു, 2 കൂടെ കൂടണം. അപ്പൊ എത്രയാ? 22. ഇത്രയേ ഉള്ളൂ. 22. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് സെറ്റാക്കാൻ പറ്റൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന രീതിയിൽ ഈ ഒരു മെത്തേഡ്സ്
നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒരു 30 മുതൽ 40 അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഉറപ്പായിട്ട് മാറിയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് കണ്ടു തുടങ്ങും, നിങ്ങൾ ഇമ്പ്രൂവ് ആവും. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ നമുക്ക്? അടുത്ത സ്ലൈഡ് നോക്കിയേ മൾട്ടിപ്ലിക്കേഷൻ. അതെ, അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ചെയ്യും സാർ, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല, ഭയങ്കര പാടാ. എന്താണ് പാടാവുന്നത്? ഇങ്ങോട്ട് നോക്കി, ഇപ്പം എല്ലാം ശരിയാക്കി തരാം. 9 into 3 സിമ്പിളാണ്, 27. എങ്ങനെ സിമ്പിളായി? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അപ് ടു 30 30 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. 10 വരെ നിങ്ങൾക്ക് അറിയാം, ഓക്കെ, അവിടെ ഇരിക്കട്ടെ. 11 മുതൽ അറിയാമോ? 12ന്റെ അറിയാമോ? ഇനി അങ്ങോട്ടുള്ള അറിയാമോ? നോക്കിയേ, ഡെയിലി പേപ്പർ എടുക്കുക, പെന്നെടുക്കുക. 12 into 1 12, 12 into 2 24, 12 into 3 36. ഇങ്ങനെ 12 into 10 എന്താ? 120. എഴുതുക. 13 into 1 13, 13 into 2 26, 13 into 3 39. ഇങ്ങനെ 13 into 10 130. എഴുതുക. ഇങ്ങനെ എവിടെ വരെയെങ്കിലും എഴുതുക. അപ് ടു 25. 30 വരെ പോകാൻ പറ്റിയില്ലെങ്കിലും അപ് ടു 25 വരെയെങ്കിലും എഴുതുക. ഡെയിലി എഴുതുക. ഒരു 20 മിനിറ്റ് ഇതിനു വേണ്ടി തന്നെ കളയുക. ഒരു ഹോബി ആക്കുക. എന്താണ് ഹോബി ആക്കുക എന്ന് പറഞ്ഞാൽ? ഹോബി, പല്ല് തേക്കാൻ മറക്കുമോ? ഡെയിലി പല്ല് തേക്കാൻ മറക്കുമോ? ഇല്ലല്ലോ, ഇല്ല. അതൊരു ഹോബിയായി മാറി. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതൊരു ഹോബിയായി. അതേപോലെ ഈ ഒരു കാൽക്കുലേഷൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും ഇതൊരു ഹോബി ആക്കുക. പതുക്കെ ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങും. തീർച്ചയായും ഇംപ്രൂവ്മെന്റ് കണ്ടു തുടങ്ങും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അവന് വെള്ളത്തിനെ പേടിയാ, ഭയങ്കര പേടി, ഒരു രക്ഷയില്ലാത്ത പേടിയാ. അപ്പോൾ അവനൊരു സിറ്റുവേഷൻ വന്നു. ഒരു എക്സാം ക്ലിയർ ചെയ്ത്, പക്ഷെ അതിന് നീന്തൽ വേണം. നീന്തലില്ലാതെ എക്സാം കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? വേറെ വഴിയില്ല. നിങ്ങളുടെ അതേപോലത്തെ സിറ്റുവേഷൻ, ജോലിയില്ല, വേറെ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സ്വിമ്മിംഗ് പൂളിൽ അഡ്മിഷൻ എടുത്തു, പക്ഷെ പറ്റുന്നില്ല. ഫസ്റ്റ് ദിവസം അതിൻ്റെ മുറ്റത്ത് വരെ പോയി തിരിച്ചു വന്നു. സെക്കൻഡ് ദിവസം ഇതേപോലെ. ദിവസങ്ങളില്ല, 10-15 ദിവസം കൊണ്ട് ഈ നീന്തൽ സെറ്റാക്കണം. 3-ാം ദിവസം 2 കളിപ്പിച്ച് അകത്ത് ചെന്നു. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും ഒന്ന് നടന്നു, ഇറങ്ങാൻ പറ്റിയില്ല, തിരിച്ചു വന്നു. 4-ാം ദിവസം പോകണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ വേറെ വഴിയില്ല, പോയി ഒരു 2 കാല് ആ ഒരു തിട്ടയിലിരുന്ന്, ആ ഒരു ബേസിലിരുന്ന് 2 കാല് വെള്ളത്തിൽ ഇറക്കിയിട്ട് ഇരുന്നു, ഇറങ്ങിയില്ല. 5-ാമത്തെ ദിവസമായി, 2 സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി, ബോഡിയിലൊന്ന് വെള്ളം നനഞ്ഞു. 6-ാമത്തെ ദിവസമായി, കുറച്ചും കൂടെ ഇറങ്ങി. 7, 8, 9 ദിവസമായി. 10-ാമത്തെ ദിവസം നീന്താൻ തുടങ്ങി. 7-8 ദിവസം കൊണ്ട് 3-4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു നീന്തൽ ഓക്കെ ആക്കി, വെള്ളത്തിൻ്റെ പേടിയെല്ലാം മാറ്റി എക്സാം ക്രാക്ക് ചെയ്തു. ഇത് തന്നെയാണ് നിങ്ങളുടെയും അവസ്ഥ. കുളത്തിലേക്ക് ഇറങ്ങാൻ വയ്യ, പൂളിലേക്ക് ഇറങ്ങാൻ വയ്യ, ഒന്ന് ഇറങ്ങി നോക്ക്. ഈ പറഞ്ഞ പോലെ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ റിസൾട്ട് ഉറപ്പായിട്ടും വരും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിലേക്ക് വന്നേ. 9 into 3 ടേബിൾ എത്രയാ? 27. 9 into 7 ടേബിൾ, 9 into ടേബിൾ അല്ലെങ്കിൽ 7ന്റെ ടേബിൾ എത്രയാ? 63. 8 into 6 48. 10 into 12 അറിയാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വലിയ പ്രശ്നമില്ല സാർ. എന്താ? 120. 15 into 8 പ്രശ്നമായി തുടങ്ങി. വലിയ നമ്പേഴ്സ് വന്നു തുടങ്ങി. 15 into 8 എത്രടേ? 15 into 8 എത്ര? എങ്ങനെ നമുക്ക് ചെയ്യാം? ഒരു ട്രിക്ക് പറഞ്ഞുതരാം. 15 into 8.
ഏത് നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ, ഏത് നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ ആ നമ്പറിന്റെ പകുതി എടുക്കുക. ആ പകുതി എടുത്തതിനെ ആ സെയിം നമ്പർ കൊണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 15 into 8. 15 into 8. ഇവിടെ നോക്കിയേ 15 into 8 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താ ഞാൻ പറഞ്ഞേ? 15നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ, ഇവിടെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 8. ആ നമ്പറിന്റെ പകുതി എടുക്കുക. 4 പകുതി എടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഈ കിട്ടിയ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പകുതി എടുത്ത് കിട്ടിയ നമ്പറിനെ, അതായത് 4നെ ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുക? സെയിം നമ്പർ. ഏത് നമ്പർ കൊണ്ടാണോ 15നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ നമ്പറിനെ കൊണ്ട് ആഡ് ചെയ്യുക. ഇവിടെ എന്താ? 8 ആണ് ആ നമ്പർ. 4 കൊണ്ട് ആഡ് ചെയ്ത് എത്രയായി? 12 കിട്ടി. ഈ കിട്ടിയ 12നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എന്താ? 120. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോടാ. ചെയ്ത് നോക്കാം. 15 into 8. 8 into 5 04 120. ആൻസർ അല്ലേ? സെയിം തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. അതെ, 15 കൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻ. 15 into 12. 15 into 12. എങ്ങനെ ചെയ്യാം? 12ന്റെ പാതി 6. ആ 6നെ 12 കൊണ്ട് ആഡ് ചെയ്യുക. എന്നൂടെ പറയാം. 15 into 12 എങ്ങനെ ചെയ്യാം? 12ന്റെ പകുതി എടുക്കുക. 6. 6. ആ 6നെ 12 കൊണ്ട് ആഡ് ചെയ്യുക. 12 plus 6 എന്താ? 18. ഈ 18നെ എന്ത് ചെയ്യാം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആൻസർ എത്ര? 180. സിമ്പിൾ ആയില്ലേ? 180. സിമ്പിൾ ആയില്ലേ? ഇനി അടുത്ത് നോക്കിയേ. 11 into 8. 11 into 8. ടേബിളിൽ തന്നെ പോവുക. 88. 11 into 12. 10 വരെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 12 വരെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു ട്രിക്ക് കൂടെ പറഞ്ഞു തരാം. 11 അങ്ങനെ ആണെങ്കിൽ ട്രിക്ക് കൂടെ പറഞ്ഞു തരാം. നോക്കി 11 into 12. എന്താണ് ഇത്? അല്ല, നമുക്ക് ചെയ്യാം. ട്രിക്ക് വഴി എങ്ങനെ ചെയ്യാം? 12നെയാണ് നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് ആണ് യൂണിറ്റ് ഡിജിറ്റ്. യൂണിറ്റ് ഡിജിറ്റ് നേരെ അവസാനം കൊണ്ട് എഴുതുക. അവസാനം, കേട്ടല്ലോ? അവസാനം കൊണ്ട് എഴുതുക. അവസാനം എഴുതി. 2. ഇനി ഈ കിടക്കുന്ന നമ്പർ നോക്കുക. എത്രയാ? 1 ആണല്ലോ. 1നെ 2 കൊണ്ട് ആഡ് ചെയ്യുക. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ എത്രയായി? 3 കിട്ടി. ആ 3യെ നടുക്ക് എഴുതുക. ഇനി ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ ഏതാ? 1 കൊണ്ട് ഇപ്പുറത്ത് കൊടുക്കുക. ആൻസർ ആയി 132. ആൻസർ ആയി. എങ്ങനെയാണ്? യൂണിറ്റ് ഡിജിറ്റിനെ അവസാനം എഴുതുക. ആ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നടുക്ക് എഴുതുക. ഇനി ഫസ്റ്റ് കിടക്കുന്ന നമ്പർ ഫസ്റ്റ് തന്നെ എഴുതുക. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എത്രയാണ് ആൻസർ? 11 into 12 132. ഇനി 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അത് കുറച്ച് പേർക്കൊക്കെ വലിയ പ്രശ്നമില്ല. എന്നാലും നോക്കിക്കോ. 5 into 6 എത്രയുടെ കിട്ടും? എത്രയാ? 30. ഇനി 5 into 14. കയ്യിൽ നിന്ന് പോയി. പോവോ? നോക്കിയേ. 5 into 14 നമുക്ക് എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 70. അല്ലാതെ നോക്കിയേ, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിന് ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക്? ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിന്റെ പകുതി എടുക്കുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. നോക്കിയേ. 5 into 6. 6നെ അല്ലേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 6ന്റെ പകുതി എടുക്കുക. എത്ര? 3. 3യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 30. കിട്ടിയില്ലേ? എളുപ്പമല്ലേ? ഇനി 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. എത്രയാ? 14ന്റെ പകുതി എത്രയാ? 7. 7നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 70. ഇനി 23ന്റെ പകുതി എത്രയാ? 11.5. 22ന്റെ പകുതി 11. പിന്നെ 1ന്റെ പകുതി 0.5. 11.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 115. കിട്ടിയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് 5 കൊണ്ടൊരു നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്? ആ നമ്പറിന്റെ
പകുതി എടുത്തു, ആ നമ്പറിൻ്റെ പകുതി എടുത്തു, ബൈ 2 ചെയ്തു, എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിളാണ്. ഇനി 18 × 12 എങ്ങനെ ചെയ്യാടേ? 18 × 12 എങ്ങനെ ചെയ്യാം? ട്രിക്കുകളൊന്നും പറഞ്ഞു തന്നില്ല, വേണ്ട. നോക്കിയേ, 18 × 12 എന്ന് വെച്ചാൽ എന്താ? 18 × 10 പ്ലസ് 18 × 2 അല്ലേ? കഴിഞ്ഞില്ലേ? നമ്പറിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. 18നെ ഞാൻ എന്ത് ചെയ്തു? 18 × 10 പ്ലസ് 18 × 2. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കി തിരിച്ചു കൊണ്ടുവന്നേ. 18 ഇവിടുന്ന് കോമൺ എടുക്കാമല്ലോ നമുക്ക്. 2 എടുത്തും 18 ഒരുപോലെ ഉണ്ടല്ലോ. 18 എടുത്തു. പിന്നെ എന്താ ഉള്ളത്? 10 പ്ലസ് 2 18 × 12 സെയിം തന്നെ അല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. 18 × 10 പ്ലസ് 18 × 2 18 × 10 അറിയാം. എത്രയാണ്? 180. ഇനി 18 × 2 എത്രയാ? 18 × 2 36. അപ്പൊ എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നേ? 216. 216. അപ്പോൾ എന്താ ആൻസർ ഇവിടുത്തെ? 216. കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി നോക്കിയേ, 25 × 4 എത്ര? നമുക്കറിയാം. 25 × 4 100 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. 25 × 4 100. ഇനി 25 × 12 എത്രയാ? ഇതേപോലെ നമുക്ക് ചെയ്യാം. 25 × 10 പ്ലസ് 25 × 2 കഴിഞ്ഞു. മൈൻഡിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നോക്കിയേ, 25നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ട്രിക്ക് നോക്കിയേ. എന്താ ഇത്? നോക്കിയേ, ഫസ്റ്റ് തന്നെ നമ്പർ നോക്കിയേ. 25 × 4. 25നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ, ഇവിടെ എന്താ? 25നെ 4 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 1 അല്ലേ വരും? 4 ഡിവൈഡ് ബൈ 4 1 അല്ലേ? 4/4 1 അല്ലേ? ഈ ഒന്നിനെ, ഈ കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 100. ആൻസർ കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കി, 25 × 12 സെയിം മെത്തേഡ്. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 ഡിവൈഡ് ബൈ 4 എത്രയാ? 3. ആ കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 300. അപ്പൊ ഇവിടെ ആൻസർ എത്രയാ? 300. കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തേ. അത് എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയേ? ഈ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെത്തേഡ്സ് ഞാൻ ഒരുപാട് നാൾ ഫോളോ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്കും ഇത് പാടാം. ക്ലിയർ ആണോ? അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ പറയുന്നതല്ല, എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വാ. അടുത്ത എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്ത എന്താ? അടുത്ത സ്ലൈഡ് നോക്കിയേ. നിങ്ങൾ ഏതാ നോക്കിയേ? ഫ്രാക്ഷൻ ആൻഡ് പേഴ്സൻറ്റേജ്. എന്താണ് ഇത്? ഫ്രാക്ഷൻ ആൻഡ് പേഴ്സൻറ്റേജ് എന്താണ് ഇത്? ഫ്രാക്ഷനും പേഴ്സൻറ്റേജും. പേഴ്സൻറ്റേജ് എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാ കേട്ടെ? പെർസെൻറ്റേജ്. ആ വാക്ക് നോക്കിയേ. സെൻറ്റേജ് നോക്കി. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? സെന്റ് എന്ന് വെച്ചാൽ എന്താ? സെഞ്ചുറി. സെന്റ് എന്ന് വെച്ചാൽ എന്താ? 100. പെർ എന്ന് വെച്ചാൽ എന്താ? 100ൽ എത്ര. അതാണ് എന്ത്? പെർസെൻറ്റേജ്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, 1% എത്രയാ? 1% എന്ന് പറഞ്ഞാൽ എത്രയാ? 100ൽ എത്രയാ? 1/100. 1% എന്ന് വെച്ചാൽ 1/100. ഇത്രയേ ഉള്ളൂ. 1% എന്ന് വെച്ചാൽ 1/100. ഇനി നോക്കിയേ, 1% 1/100. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ ഒരു ബക്കറ്റ്
ഒരു ബക്കറ്റ് ഇരിക്കട്ടെ, ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഈ ബക്കറ്റ് നിറയെ നിറയെ നിങ്ങളുടെ ഞാൻ പറഞ്ഞു വെള്ളം ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ ആ ബക്കറ്റിൻ്റെ വക്കോളം വെള്ളം ഒഴിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുക, ഇതിലിനി എത്ര പെർസെൻറ്റേജ് വെള്ളമുണ്ട്? ഫുള്ള് വെള്ളം ഒഴിച്ചു എന്ന് ഓർക്കണം. എന്നിട്ട് ചോദിക്കുക, ഇതിൽ എത്ര ശതമാനം വെള്ളമുണ്ട് ഈ ഒരു ബക്കറ്റിൽ, ഈ ഒരു ഹോൾഡ് നിങ്ങൾ പിടിച്ചേക്കുന്ന ബക്കറ്റിൽ എത്ര ശതമാനം വെള്ളമുണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? സാറേ 100% വെള്ളമുണ്ട്, ഫുള്ള് വെള്ളമല്ലേ, നിറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ 100%. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, പകുതി വെള്ളവും കളഞ്ഞേ, പകുതി വെള്ളവും കളഞ്ഞിട്ട് ഇനി എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയേ, എത്ര ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ പറയാം 50%. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു, പെർസെൻറ്റേജ് കഴിഞ്ഞു. 1% എന്ന് പറഞ്ഞാൽ 1/100 ആടാ, 1/100. ഇനി അതിൻ്റെ 1 എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും നോക്കി, 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ? 100 × 1%. അപ്പോൾ എന്താ? 100%. 100%. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 100-ൽ എത്രയാ, 100-ൽ എത്രയാ, പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 100-ൽ എത്രയാ. അപ്പോൾ അതിൻ്റെ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1/1 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 100%. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എടാ ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ 1 എന്ന് പറഞ്ഞാൽ 1/1 തന്നെയല്ലേ 1 ആണല്ലോ. ഇനി അടുത്തൊരു ഫ്രാക്ഷൻ നോക്കിയേ, 1ൻ്റെ കാര്യം പറഞ്ഞു. 1/2 എന്താണെന്ന് നോക്കിയേ. നമ്മൾ ഇവിടെ എന്താ ചെയ്തേ? 1/1-ൽ എന്താ ചെയ്തേ? 1/1 × 100%. അത് തന്നെയല്ലേ ചെയ്തേ? അല്ലേ? അതല്ലേ 100% വന്നേ? അല്ലേ? ആണല്ലോ, ആണല്ലോ. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ 1/2-ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? × 100% ചെയ്യുക. 1/2 × 100% ചെയ്യുക. ഈ ഒരു 1/2 ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ 100% ശതമാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 50%, 50%. ഇനി 1/3 എന്താ? 1/3 എന്താ? 1/3 × 100% ആടാ. അപ്പോൾ എത്ര, എങ്ങനെയാ ചെയ്യുന്നേ? 100% ഡിവൈഡഡ് ബൈ 3 അല്ലേ? 100% ഡിവൈഡ് ബൈ 3 അല്ലേ? എങ്ങനെ ചെയ്യും? എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? 3.33%. അല്ലെങ്കിൽ എന്ത് കിട്ടും? 33 1/3%. ഡിവൈഡ് ചെയ്ത് ഡൗട്ട് ഉണ്ടോ? നോക്കിയേ 100 ഡിവൈഡഡ് ബൈ 3 എത്രയാ? എത്ര വട്ടം പോവും? 9 3 വട്ടം പോകും. പിന്നെ എത്രയാ? 1 10 3 വട്ടം പോകും. ഇനി പോവോ? ഇല്ല. ഡെസിമൽ എടുത്തു, 1 താത്തിറക്കി, 0 ഇട്ടു. ഇനി എത്ര? 9 3. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് 2 ഡെസിമൽ പ്ലേസ് വരെ നമ്മൾ എടുക്കത്തുള്ളൂ. 33.33% അല്ലെങ്കിൽ 33 1/3%. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 33.33%. ഇനി അടുത്ത് നോക്കിയേ, 1/4 എന്താ? 1/4 × 100%. 100% എങ്ങനെ ചെയ്യും? 100 ഡിവൈഡ് ബൈ 4 25%. ഇനി നോക്കിയേ 1/5 എന്ന് വെച്ചാൽ എന്താ? 1/5 എന്ന ഫ്രാക്ഷണൽ വാല്യൂ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ? ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? 100% by 5 എത്രയാ? 20%. 1/6 എത്രയാ? 1/6 എത്രയാ? 100 ഡിവൈഡ് ബൈ 6 എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കണേ. 16.66% അല്ലെങ്കിൽ 16 2/3%. ക്ലിയർ ആണോ? ഇങ്ങനെ നിങ്ങൾ ഒരു 20 വരെയെങ്കിലും 1/20 വരെയെങ്കിലും അറിഞ്ഞിരിക്കണം. എടാ ഒന്നുമില്ല, സിമ്പിളാ. നോക്കിയേ, ഇപ്പോൾ 1/20 എത്രയാണ് നിങ്ങൾക്ക് ചോദിക്കുക? 1/20 എത്രയാണ് നിങ്ങൾ ചോദിക്കുക? അപ്പോൾ എന്താ 1/20 × 100%. 1/20 × 100%, അതായത് 100% ഡിവൈഡ് ബൈ 20 എന്ത് കിട്ടും? 5%. ഏത് ഫ്രാക്ഷനെയാണോ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അതിനെ
മൾട്ടിപ്ലൈഡ് ബൈ 100%, അത്രയേ ഉള്ളൂ. 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? ഇങ്ങനെ 1/20 അല്ലെങ്കിൽ 25 വരെ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് ക്ലിയർ ആണോ? ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത സ്ലൈഡ് നോക്കിയേ, അടുത്ത സ്ലൈഡ് നോക്കിയേ. നെക്സ്റ്റ് സ്ലൈഡ്. ഫ്രാക്ഷൻ്റെ സ്ക്വയേഴ്സ്. ആദ്യം പറഞ്ഞ കാര്യം ഏതൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, സ്ക്വയേഴ്സ്, ക്യൂബ്സ്. എത്ര മുതൽ എത്ര വരെയുള്ള സ്ക്വയേഴ്സാണ് പറഞ്ഞത്? 1 to 30. 1 to 30. 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് മിനിമം അറിഞ്ഞിരിക്കണം. മിനിമം 1 to 30 വരെയുള്ള സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം. എന്താണ് സ്ക്വയേഴ്സ്? സ്ക്വയേഴ്സ് എന്താ? 1 സ്ക്വയർ എന്താ? 1. 2 സ്ക്വയർ എന്താ? 2. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 into 2. 4. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3 into 3 എന്താ? 9. ഇതാണ് സ്ക്വയർ. ഇങ്ങനെയാണ് സ്ക്വയർ കാണുന്നത്. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9. 4 സ്ക്വയർ എന്ന് വെച്ചാൽ 16. 5 സ്ക്വയർ എന്ന് വെച്ചാൽ 25. 6 സ്ക്വയർ 36. 7 സ്ക്വയർ 49. 8 സ്ക്വയർ 64. 9 സ്ക്വയർ 81. 10 സ്ക്വയർ 100. നോക്കി, 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ്. 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ് കണ്ടില്ലേ? 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ് കാണാതെ പഠിക്കുക, ഡെയിലി പഠിക്കുക, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലടാ. ഇതിൽ കുറച്ച് നമുക്ക് നോക്കിയാൽ ഒരു പാറ്റേൺ കാണാം. ഒന്ന് നോക്കിയേ. ഈ 9 വരെ ഒന്ന് നോക്കിയേ. നിങ്ങൾ നമ്പേഴ്സുമായിട്ട് ഫെമിലിയർ ആവണം. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വെറുതെ നമ്പേഴ്സ് എഴുതണം. ചുമ്മാ 1 മുതൽ 100 വരെ എഴുതുക, തിരിച്ചെഴുതുക. അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഒന്ന് എഴുതി ഒന്ന് നോക്കുക. എന്തെങ്കിലും ചുമ്മാ ഇരുന്ന് നോക്കുക. സ്ക്വയേഴ്സ് എഴുതി ഒന്ന് നോക്കുക. എന്തെങ്കിലും കണക്ഷൻസ് അതിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പാറ്റേൺ അതിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്പേഴ്സുമായിട്ട് ഫെമിലിയർ ആവുക, നമ്പേഴ്സുമായിട്ട് പരിചയമാവുക. ഇവിടെ നോക്കിയേ, സ്ക്വയേഴ്സിൻ്റെ കേസിൽ നോക്കിയേ. 9 വരെയുള്ള സ്ക്വയേഴ്സ് നോക്കിയേ. 1ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 1. അല്ലെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് എന്താ? 1. 9ൻ്റെ നോക്കിയേ, 1. 1ൻ്റെയും 9ൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് ഒന്നാണ്. ഇനി അടുത്ത് നോക്കിയേ, 2ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 2ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 4. 8ൻ്റെ നോക്കിയേ, 4 തന്നെ അല്ലേ? 4 തന്നെ അല്ലേ? ഇനി നോക്കിയേ, 3യുടെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 9. 7ൻ്റെയോ? 9. ഇത് നോക്കിയേ, 4ൻ്റെ എത്രയാ? 6. 6ൻ്റെ എത്രയാ? 6. ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒരുപാട് നമ്പേഴ്സ് നമുക്ക് തരും. ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെയുള്ള കണക്ഷൻ നമുക്ക് തരും. ഇതെല്ലാം നിങ്ങളെ നമ്പേഴ്സുമായിട്ട് പരിചയപ്പെടുന്നതിൽ സഹായിക്കും. ആ ഒരു മടുപ്പ് നിങ്ങൾക്ക് മാറും, ആ ഒരു പേടി നിങ്ങൾക്ക് മാറും. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാകും. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്സ് നോക്കിയേ. 1 4 9 6 5 6 0 9 4 1 0. ഇതിലില്ലാത്ത യൂണിറ്റ് ഡിജിറ്റ് ഏതൊക്കെയാ? ഒന്ന് നോക്കിയേ. ഇതിലില്ലാത്ത യൂണിറ്റ് ഡിജിറ്റ്സ് എന്തൊക്കെയാ? ഇതിലില്ലാത്ത കുറച്ച് യൂണിറ്റ് ഡിജിറ്റ് ഇത് ഇല്ല. ഒന്ന് നോക്കി, ഏതൊക്കെയാണ് അത്? ഇതിലില്ലാത്ത യൂണിറ്റ് ഡിജിറ്റ്സ്. 1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്. ഏതാണ് ഇതിലില്ലാത്ത? നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ് നോക്കിയേ. 2 ഉണ്ടോ? 2 യൂണിറ്റ് ഡിജിറ്റ് ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോടെ? നോക്കിയേ, 7 ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. 8 ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് നമ്പേഴ്സ് എടുത്തോ, എത്ര ലക്ഷക്കണക്കിന് നമ്പേഴ്സ് എടുത്തോ, ഈ ഒരു യൂണിറ്റ് ഡിജിറ്റിൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ക്ലിയർ ആണോ? 2 3 7 8 എന്ന യൂണിറ്റ് ഡിജിറ്റിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരിക. എടാ ഇതിൻ്റെ ഇത് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു. ഏതിൻ്റെ സ്ക്വയർ ആണ് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ കൊണ്ടുവരിക. അപ്പം നിങ്ങൾ അന്നേരം എന്ത് പറയണം? ഇതൊന്നിൻ്റെയും സ്ക്വയർ അല്ല. നിങ്ങൾ ഇനി 11 സ്ക്വയർ എത്രയാ? 121.
12 square 144, 13 square 169, 14 square 15 square 16 square എങ്ങനെ എഴുതിക്കോ 232 സ്ക്വയർ എന്തോ നിങ്ങൾ എഴുതിക്കോ. പക്ഷേ ഈ ഒരു യൂണിറ്റ് ഡിജിറ്റിൽ എൻഡ് ചെയ്യില്ല, എൻഡ് ചെയ്യില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ സ്ക്വയേഴ്സിൻ്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു, ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നോക്കിയേ, സ്ക്വയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഡിജിറ്റൽ സം എന്ന് വെച്ചാൽ എന്താണ്? ഡിജിറ്റൽ സം എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഒരു നമ്പർ 341, ഇതിന്റെ ഡിജിറ്റൽ സം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡിജിറ്റ്സിന്റെ സം അത്രേ ഉള്ളൂ. നോക്കിയേ, 3 + 4 + 1 എത്രയാ? 4 3 7 7 1 കഴിഞ്ഞു. ഇതാണ് ഡിജിറ്റൽ സം. ഇതാണ് ഡിജിറ്റൽ സം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഡിജിറ്റൽ സം. ഈ സ്ക്വയേഴ്സിന്റെ നമ്പേഴ്സിന്റെ ഡിജിറ്റൽ സം എത്രയായിരിക്കും നിങ്ങൾക്ക് അറിയാമോ? എത്രയായിരിക്കും സ്ക്വയേഴ്സിന്റെ ഡിജിറ്റൽ സം? ഒന്ന് നോക്കിയേ. 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 4, 9ൻ്റെത് 9, 16ന്റെ 6 + 1 7, 25ന്റെ 2 + 5 7, 36ന്റെ 6 + 3 9, 49ന്റെ 9 + 4 എത്രയാ? 13, 3 + 1 4. ഇനി അടുത്ത 6 + 4 10 കിട്ടും. 1 + 0 1. നോക്കി പാറ്റേൺ കണ്ടോ? 1479, 1479, 1479. ഇങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സിന്റെ ഡിജിറ്റൽ സം. 1 4 7 9. ഇത് മാത്രമേ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിജിറ്റൽ സം വരികയുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? രണ്ട് കണക്ഷൻ നമ്മൾ പഠിച്ചു. ഇത് രണ്ടും ക്ലിയർ ആണോ? ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റും. ഒരു നമ്പറിന്റെ സ്ക്വയർ കാണാൻ നമ്മൾ പഠിക്കണം എന്ന് 30 വരെ പഠിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള വലിയ നമ്പേഴ്സ്, ഇപ്പോൾ 2 3 8 5 6 7 അല്ലെങ്കിൽ എന്താ 1 2 3 123 സ്ക്വയർ കാണാൻ പറയുക. ഇതിനെല്ലാം ട്രിക്കുകളുണ്ട്. പക്ഷേ എന്ത് ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാതെ ആ ട്രിക്കുകൾ ഒന്നും നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കില്ല. ഇതിനെല്ലാത്തിനും ട്രിക്കുകളുണ്ടേ. ഈ ട്രിക്കുകൾ വല്ലതും നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ട്രിക്കുകൾസ് വെച്ച് മാത്രം, ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ അങ്ങനെ ട്രിക്കുകൾ വെച്ച് മാത്രം വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നു. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡ് നോക്കിയേ. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത സ്ലൈഡ് നോക്കി. ക്യൂബുകൾ നമ്മൾ എന്ത് കഴിഞ്ഞു? സ്ക്വയേഴ്സ് കഴിഞ്ഞു. ഇനി ഏതിലേക്കാണ് നമുക്ക് പോകണ്ടേ? ഏതിലേക്കാണ് നമ്മൾ പോയത്? ക്യൂബുകൾ. എന്താണ് ഈ ക്യൂബ്? എന്താണ് ക്യൂബ്? നോക്കി, 1ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? 1 × 1 × 1 എത്രയാ? 1 തന്നെയാ. 2ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? 2 × 2 × 2 എന്താ? 8 ആണ്. 3യുടെ ക്യൂബ് എന്താ? 27. 4ന്റെ ക്യൂബ് എന്താ? 64. 5ന്റെ ക്യൂബ് എന്താ? 125. ഇങ്ങനെ ക്യൂബ്സ് ഒരു 20 വരെയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. 20 വരെയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ? 6ന്റെ ക്യൂബ് എന്താ? 216. 7ന്റെ ക്യൂബ് എന്താ? 343. ഇങ്ങനെ ക്യൂബ്സ് ഒരു 20 വരെയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. 20 വരെയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. 30യുടെ ക്യൂബ് എന്താ? 27000. 27,000. 27,000 എന്തിൻ്റെ ക്യൂബ്? 30യുടെ ക്യൂബ്. ഇനി 25ന്റെ ക്യൂബ് എന്താ? 15ന്റെ ക്യൂബ് എന്താ? 15625. 25ന്റെ ക്യൂബ്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് 20ന് ശേഷമുള്ള ഈ ക്യൂബ്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? 20 വരെ എന്തായാലും പഠിക്കുക. അതിൻ്റെ കൂടെ ഈ 2 ക്യൂബ്സും അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ? ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ നമുക്ക്? അടുത്ത സ്ലൈഡിലേക്ക് നോക്കിയേ. അടുത്ത സ്ലൈഡ് എന്താ? ആൽഫബറ്റ്സ്.
ആൽഫബറ്റ്സ്. എന്തറിയാം ആൽഫബറ്റ്സ്? എന്താണ് ആൽഫബറ്റ്സ്? ആൽഫബറ്റ്സ് ആൽഫബറ്റ്സ് എന്താ ഇംഗ്ലീഷിൽ? ആൽഫബറ്റ്സ് എന്താ? ABCD, അത്രയേ ഉള്ളൂ. അത് കണക്കുമായിട്ട് എന്താ സാറേ ബന്ധം? ഡൗട്ട് വന്നില്ലേ? ഡൗട്ട്സ് വന്നില്ലേ? ഡൗട്ട് വന്നു, ഡൗട്ട് വരണം. പക്ഷേ ഇതും മാത്സുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല, പക്ഷേ റീസണിങ്ങുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. റീസണിങ്, നമ്മുടെ റീസണിങ് അറിയില്ലേ? റീസണിങ്ങുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ വെച്ച് നമുക്ക് റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ വരും. കോഡ് തരും, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വരും. നോക്കിയേ ആൽഫബറ്റ്സ്, നോക്കിയേ ആൽഫബറ്റ്സ് നോക്കിയേ. A B C D E F G H I J K L M. ഇനി N അപ്പുറത്ത് എഴുതരുത്. N അപ്പുറത്ത് എഴുതരുത്. എമ്മിൻ്റെ തൊട്ട് താഴെ N പ്ലേസ് ചെയ്യുക. ക്ലിയർ ആണോ? എമ്മിൻ്റെ തൊട്ട് താഴെ N O P Q R S T U V W X Y Z. എല്ലാ ആൽഫബറ്റ്സും ആയല്ലോ. എത്ര ആൽഫബറ്റ്സ് ആണ് ഉള്ളത് അറിയില്ലേ? 26 ആൽഫബറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 എണ്ണമാണ് ഉള്ളത്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, അക്ഷരങ്ങൾ ആൽഫബറ്റ്സ് എഴുതി. ഇനി പ്ലേസ് വാല്യൂ കൊടുക്കണം. എങ്ങനെയാ പ്ലേസ് വാല്യൂ കൊടുക്കുന്നത്? എയുടെ എന്താ 1 കൊടുക്കുക, ബിയുടെ 2, C 3, 4, 5, 6, 7, 8 ഇങ്ങനെ Z വരെ എന്ത് കൊടുക്കുക? പ്ലേസ് വാല്യൂ കൊടുക്കുക. 22, 23, 24, 25, 26, 26 വരെ ആയി. 26 വരെ ആയി. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്? അത്യാവശ്യം കുറച്ച് നോക്കിയിട്ടുള്ളവർ ഇത് എന്തായാലും കണ്ടു കാണും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. ഓരോ ആൽഫബറ്റ്സിൻ്റെയും പ്ലേസ് വാല്യൂ കാണാതെ പഠിക്കുക. ഓരോത്തിൻ്റെയും. A എന്ന് വെച്ചാൽ എന്താ? 1. G എന്ന് വെച്ചാൽ എന്താ? 7. M എന്ന് വെച്ചാൽ 13. ഇങ്ങനെയുള്ള ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ കാണാതെ പഠിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ സെക്ഷനിൽ 2 മുതൽ 3 മിനിറ്റ് വരെ നിങ്ങൾ ഇത് കാണാതെ പഠിച്ചാൽ, നിങ്ങളിത് ഓരോ ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലാഭിക്കാം. ഉറപ്പായിട്ട് ലാഭിക്കാം. നോക്കിയേ, അത് പഠിക്കാൻ കുറച്ച് ഷോർട്ട് ട്രിക്സും ഉണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കണം. നോക്കിയേ, ജസ്റ്റ് നോക്കിയേ. A എന്ന് വെച്ചാൽ 1 ഫസ്റ്റ് കിടക്കുന്നു. M എന്ന് വെച്ചാൽ ആ ലൈൻ കഴിഞ്ഞ് 13. N തൊട്ട് താഴെ 14. Z 26. കഴിഞ്ഞു. 4 എണ്ണം കഴിഞ്ഞില്ലേ? A1 അങ്ങേയറ്റത്ത്, M 13 തൊട്ട് താഴെ, N 14 ഇങ്ങേയറ്റത്ത്, Z 26. ഇനി നോക്കിയേ നമുക്ക് ജിയുടെ ഈ വാല് കണ്ടോ? 7 അല്ലേ? അപ്പോൾ 7 അല്ലേ G? H ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കിയേ 8 അല്ലേ? ഇങ്ങനെ ഓരോ ആൽഫബറ്റ്സും നമുക്ക് കോഡിലൂടെയും പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കാണാതെ പഠിക്കുക. ട്രിക്സ് വേണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അടുത്തൊരു സെക്ഷനുമായിട്ട് വന്നിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും വരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇത്രയും വരെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ? പെന്നും പേപ്പറും ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം? ഒന്നും അറിയാത്ത, അഡീഷനും സബ്ട്രാക്ഷനും പോലും അറിയാത്ത നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേഷൻ സ്പീഡ് അറ്റൈൻ ചെയ്യാം? ഡെയിലി 20 മിനിറ്റ് മാത്രം ചിലവാക്കി എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താം എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ടേബിൾ എഴുതി പഠിക്കുക, സ്ക്വയേഴ്സ് എഴുതുക, ക്യൂബ്സ് എഴുതുക, റാൻഡം നമ്പേഴ്സ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന നമ്പേഴ്സ് ആയിക്കോട്ടെ, എടുത്തു വെച്ച് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പതുക്കെ മാറ്റം നിങ്ങളിൽ ഉണ്ടാവും. നമ്പേഴ്സിനെ കാണുക, നമ്പേഴ്സിനുള്ള പേടി മാറ്റുക. ഇങ്ങനെ പതുക്കെ നിങ്ങളെ സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഓക്കേടാ.
ഈ പറഞ്ഞത് എല്ലാവരും ചെയ്യുക. 7 ദിവസം കഴിഞ്ഞിട്ടും ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്തുകൾ ദൂരെ എറിഞ്ഞേക്കുക. എൻ്റെ ഗ്യാരണ്ടി, ദൂരെ എറിഞ്ഞേക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സമയം പോലെ, നിങ്ങളുടെ സാഹചര്യം പോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി 20 മിനിറ്റ് മറക്കരുത്. ഡെയിലി 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് ദാറ്റ് വിൽ ചേഞ്ച് യുവർ എൻ്റയർ ലൈഫ്. നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റിനുമുള്ളവരുടെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 20 മിനിറ്റ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലോണം പഠിച്ചു തുടങ്ങാൻ സമയമായി. പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.